പ്രഗ്നൻ്റ് ആയത് പിന്നെ എനിക്ക് ചക്കയോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിന് മുന്നേ എനിക്ക് അങ്ങനെ അത്ര അങ്ങോട്ട് ഇഷ്ടമൊന്നും അല്ല. പക്ഷെ പച്ചച്ചക്ക ഞാൻ ഒരുപാട് കഴിക്കും, പക്ഷെ വേവിച്ചത് അങ്ങനെ കഴിക്കത്തൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്നാൽ ഈ പുഴുങ്ങിയ ചക്കയോട്, അതായത് ഈ ചക്കപ്പുഴുക്കിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ പുഴുങ്ങി എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഇന്ന് അത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു, എന്നാൽ ശരി നമുക്ക് കട്ടൻ്റെ കൂടെ അത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ ഒന്ന് വെട്ടിപ്പറിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം എന്താ ഇഡ്ഡലി പാത്രത്തിലൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചക്കക്കുരു അടിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, വേവാൻ കുറച്ച് സമയം എടുക്കുമല്ലോ, അതുകൊണ്ട് അത് അടിയിലാക്കി മേളിൽ ചക്കയും ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ നമ്മൾ ചക്കമടലൊന്ന് വെട്ടിപ്പറക്കി അമ്മ വെച്ചിട്ടുണ്ടായിരുന്നേ, അപ്പുറത്തെ ആ ഒരു പോത്തും കുട്ടിയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അതിനെ പോയി വിളിച്ചിട്ട് അത് വരുന്നതേ ഉണ്ടായിരുന്നില്ല. പിന്നെ അതെടുത്ത് എല്ലാം കവറിനകത്താക്കി അപ്പുറത്തെ വീട്ടിലിൻ്റെ അവിടെ കൊണ്ടുവച്ചു കേട്ടോ, പശുവിന് കൊടുക്കാമെന്നും പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് പിന്നീട് വന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ചക്കക്കുരു വേവുള്ളതുകൊണ്ട് അത് കുറച്ച് നേരം കൂടെ ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചക്കപ്പുഴുക്കിനകത്ത് തേങ്ങയൊക്കെ ഇട്ടെടുക്കുമ്പോഴാണ് കേട്ടോ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷന് വേണ്ടിയിട്ടേ നമ്മളിന്ന് കാന്താരി മുളക് ചമ്മന്തി കൂടെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വെച്ചിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു കുഞ്ഞൻ വരുന്നത് വരെ. എന്ന് നേരത്തെ വരുന്ന ആൾ ഇന്ന് ഒരുപാട് ലേറ്റ് ആയിട്ടോ വന്നത്. അങ്ങനെ ആൾ വന്നതിന് ശേഷം പിന്നെ ഒരു കട്ടനും കൂടെ ആക്കിയിട്ട് നമ്മുടെ ചക്കപ്പുഴുക്കും മുളക് ചമ്മന്തിയും കൂടെ ആയിട്ട് ഒരു പിടി പിടിച്ചു. അയ്യോ എന്ത് ടേസ്റ്റാണെന്ന് കുറേ നാളായിട്ടോ ഇത് കഴിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ കഴിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം. സംഭവം അടിപൊളിയായിട്ടോ. ഇതിൻ്റെ കൂടെ ചൂട് കട്ടനും കൂടെ കുടിക്കണം. ഓ അതാണ് ഒരു കോമ്പിനേഷൻ, അടിപൊളിയാണ്.